ശ്രീമതി ടീച്ചർ, ഇന്ന് നേരം പുലരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതിനെ പ്രതിഷേധമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ? ഇതൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരില്ലേ? ഇത് ആ രൂപത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ടൊന്നും കണക്കിലെടുക്കാൻ പറ്റില്ല. കാരണം വളരെയധികം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ആരോഗ്യ വകുപ്പിനെ ഏറ്റവും ശക്തമായി ജനങ്ങളുടെ ഒരു ജനകീയ വകുപ്പായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന, അതിന് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജിനെ അധിക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്യുക എന്ന ആസൂത്രിതമായ ഒരു ലക്ഷ്യം, ഒരു ഗൂഢോദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ ഉള്ളത്. ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും വീട്ടിനകത്തേക്ക് കയറിയിട്ട് റീത്ത് വെച്ച ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു വനിത ആയതുകൊണ്ടല്ലേ, ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ അവരോട് ഈ രൂപത്തിൽ ഇവർ പെരുമാറുന്നത്? സ്ത്രീയോടുള്ള ആ ഒരു മനോഭാവല്ലേ ഇത് കാണിക്കുന്നത്? സ്ത്രീക്കെതിരായിട്ടുള്ള മനോഭാവം. എത്ര ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയത്. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഈ ആക്രമണം എന്ന് പറയുന്നത് ആക്രമണമാണിത്. ഇത് വീട്ടിനകത്തവരുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്തോ ആവട്ടെ, ഒരു മന്ത്രിയുടെ വസതിയുടെ ഉള്ളിലേക്ക് കയറി ഒരു പറ്റം കോൺഗ്രസ്സുകാർ അക്രമാസക്തരായിട്ട് വീട്ടിനകത്തേക്ക് തള്ളിക്കയറുകയും എന്നിട്ട് അവിടെ റീത്ത് വെക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേരളീയ സംസ്കാരത്തിന്, നമ്മുടെ സംസ്കാരത്തിന് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് മാത്രമല്ല, അതിശക്തമായിട്ടുള്ള നടപടി ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഓരോരുത്തരുടെയും പേരിലെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശക്തമായിട്ട് പ്രതിഷേധിക്കണം. കേരളീയ സമൂഹം ഒരു വനിതാ മന്ത്രിക്ക് നേരെ അവരുടെ വീട് കയറി ആക്രമിച്ച് റീത്ത് വെച്ച ഈ സംസ്കാര ശൂന്യമായിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസിന്റെ നടപടിക്കെതിരെ ശക്തമായിട്ട് കേരളീയ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കണം. ഇമാതിരി ഒരു നീചമായ ഹീനമായിട്ടുള്ള പ്രവൃത്തി ആരിൽ നിന്നും ഉണ്ടാവരുത്. യൂത്ത് കോൺഗ്രസ്സുകാർ എന്ത് ഭാവിച്ചാണ് ഈ ആക്രമണം നടത്തുന്നത്? എന്താണ് അവർ ചെയ്ത തെറ്റ്? വീണ ജോർജ് ഈ ആശുപത്രി നന്നാക്കിയതാണോ തെറ്റ്? വീണ ജോർജ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആരോഗ്യ വകുപ്പിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം. ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയ ഒരു വകുപ്പാണത്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കെതിരെ ഇത് നടത്തുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ശരിയാണ്, സ്വാഭാവികമായും ചില സന്ദർഭങ്ങളിൽ ചില പിഴവുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഉണ്ടായ പിഴവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് വകുപ്പ് മന്ത്രിയെ കൂട്ടിക്കെട്ടുന്നത്? അത് പിഴവ് എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടി അവർ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ടും ഈ രൂപത്തിലുള്ള ഒരു നിലപാട് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത് മറ്റൊന്നല്ല, രാഷ്ട്രീയമാണ്. കപട രാഷ്ട്രീയമാണ്. ഈ തരത്തിൽ പ്രതിഷേധം വനിതാ മന്ത്രിക്ക് നേരെ, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുക, ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ട് നടപടി ഇവരുടെ നേരെ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ടീച്ചറെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കേൾക്കാറുണ്ടല്ലോ, ഈ കനകോലുവിന്റെ ഉപദേശം തന്ത്രങ്ങൾ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള സമീപനങ്ങളുടെ ഭാഗമായിട്ട് വേണോ നമ്മൾ കാണാൻ? അതിലെന്താ സംശയം? കാരണം ഇങ്ങനെ ഒരു ചെയ്തി നമ്മൾ മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു വനിതാ മന്ത്രിയുടെ വസതിയിലേക്ക് റീത്തുമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവർ കാലെ കൂട്ടി ഇതിനെ സംബന്ധിച്ച് പ്ലാൻ ചെയ്ത് എന്നിട്ട് ഇങ്ങനെയൊക്കെ വേണം അതിരാവിലെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന ഒന്നാണോ? ആണോ? പ്രഖ്യാപിക്കാത്ത ഒരു സമരം എന്ന് പറയുന്നത് ഇത് ഗൂഢോദ്ദേശമുണ്ട്. ഈ ഗൂഢാലോചന നടത്തി ഇത്തരമൊരു സമരം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഈ സമരം, ഈ അക്രമാസക്തമായ സമരം നടത്തിയ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ചെയ്തിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരണം. അതുപോലെ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ടീച്ചർ, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.